ശക്തമായ മഴ തുടരുകയായിരുന്നു ഈ പകലിൽ. സന്ധിക്കും വലിയ മഴയായിരുന്നു. മണിക്കൂറുകളായി തുടർന്ന ശക്തമായ മഴയിൽ തൃശൂർ നഗരത്തിലും വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. നഗരത്തിലെ വീടുകളിലേക്കും കടകളിലേക്കും ഒക്കെ വെള്ളം കയറി. തൃശൂരിലെ അശ്വനി ആശുപത്രിയിലും വെള്ളം കയറിയിട്ടുണ്ട്. MS ലിഷോയാണ് വിവരങ്ങളുമായി. ലിഷോയ്, കൊച്ചിയിലെ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് അല്പം മുമ്പ് ഞങ്ങൾ കണ്ടത്, പ്രേക്ഷകർ കണ്ടത്. തൃശൂരിലെ സ്ഥിതി എന്താണ്? സാധാരണ ജീവിതം തകർക്കുന്ന തരത്തിലാണോ? അവിടെയും ഏറെക്കുറെ സമാനമാണ് എന്ന് തോന്നുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ. തൃശൂർ നഗരമേഖലയിൽ കോർപ്പറേഷൻ പരിധിയിൽ പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. പ്രധാനമായും അശ്വിനി ആശുപത്രിയുടെ പരിസരത്താണ് വെള്ളം കയറിയിരിക്കുന്നത്. അശ്വിനി ആശുപത്രിയുടെ ആദ്യത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതിന് പുറകിലുള്ള വീടുകളിൽ വലിയ തോതിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതായത് വീടുകളുടെ ഗേറ്റ് മുങ്ങുന്ന തരത്തിലേക്ക് വരെ വെള്ളം എത്തിയിട്ടുണ്ട് പല വീടുകളിലും. അശ്വിനി ആശുപത്രിക്ക് പുറകുവശത്ത് വടക്കേ സ്റ്റാൻഡ് പരിസരത്തും വെള്ളം കയറിയിട്ടുണ്ട്. തൃശൂർ സ്വരാജ് റൗണ്ടിൽ കാനകൾ നിറഞ്ഞ് വെള്ളം റോഡിലേക്ക് ഒഴുകി. ചില കടകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. ഈ കാനകൾ നിറഞ്ഞ് കടകളിലേക്ക് വെള്ളം കയറുകയാണ് ഉണ്ടായിരിക്കുന്നത്. പൂങ്കുന്നം ജംഗ്ഷനിലും കേരളർമ്മ പരിസരത്തും വെള്ളം കയറിയിട്ടുണ്ട്. പലയിടങ്ങളിലും ഈ നിർത്താതെയുള്ള അതിശക്തമായ മഴയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഇത്രയേറെ മഴ പെയ്ത സമയത്ത് പലതരത്തിലും ആളുകൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. കടകളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും എല്ലാം തന്നെ സമാനമായ രീതി തന്നെയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാനായും സാധ്യതയുണ്ട്. കാരണം ഇന്ന് രാവിലെ വരെ വലിയ തോതിൽ മഴ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഉച്ചയോടുകൂടി മഴ ശക്തമാവുകയായിരുന്നു. പിന്നീട് ആരംഭിച്ച മഴ ഇതുവരേക്കും അവസാനിച്ചിട്ടില്ല. വളരെ ശക്തമായ രീതിയിൽ അല്ലെങ്കിൽ പോലും ഒരു മഴ നിൽക്കാതെ പെയ്യുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് ഉണ്ടാകാനായുള്ളൊരു കാരണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും തൃശ്ശൂർ നഗരത്തിന്റെ പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ വലിയ തോതിൽ വെള്ളം കയറിയിട്ടില്ല. ചക്കാമുക്ക് ഭാഗത്ത് ഒരു വീടിന്റെ മുകളിലേക്ക് തെങ്ങ് മറിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. ഈ വീടിന്റെ മുകളിലത്തെ ട്രസ്സിന് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. മറ്റേ വീട്ടിനുള്ളിലുണ്ടായിരുന്ന ആളുകൾക്കൊന്നും തന്നെ പരിക്കേറ്റിട്ടൊന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ തൃശൂർ വടക്കേ സ്റ്റാൻഡ് പരിസരത്തും ഈ വലിയ തോതിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതിലൂടെ വാഹന ഗതാഗതം തീരെ പറ്റാത്ത ഒരവസ്ഥയാണ് നിലവിൽ ഉള്ളത്. അതിനോടൊപ്പം തന്നെ ഈ ഷൊർണൂർ റോഡിൻ ആ പരിസരത്തും സമാനമായ രീതിയിൽ വാഹന ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. പൂങ്കുന്നം ഭാഗത്തും വാഹന ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. ശരി, മണിക്കൂറുകളായി തുടരുന്ന അതിശക്തമായ മഴയിൽ തൃശൂർ നഗരത്തിലും വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. നഗരത്തിലെ വീടുകളിലേക്കും കടകളിലേക്കും വെള്ളം കയറി. പലയിടത്തും ഗതാഗതം തടസ്സപ്പെടുന്ന തരത്തിലും വെള്ളം കയറിയിട്ടുണ്ട്. അശ്വിനി ആശുപത്രിയിലെ ഒന്നാമത്തെ നിലയിലും വെള്ളം കയറിയെന്നാണ് MS ലിഷോയ് അവിടെ നിന്ന് നൽകുന്ന വിവരം. അതേസമയം തന്നെ കൊച്ചിയിലും മഴ ദുരിതം തുടരുകയാണ്.